ഏകദേശം 80 വർഷത്തോളം പഴക്കമുള്ളൊരു പത്തായമാണ്. നമ്മുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ബിൽഡിങ് ലൈബ്രറി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു പത്തായം. ഈ പത്തായത്തിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്, അല്പം ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ഏകദേശം 3ഓളം പത്തായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പണ്ടുകാലത്ത് അത് ഡിമോളിഷ് ചെയ്ത് മേശയാക്കുകയും കസേരയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രാധാന്യം പലരും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ഒരു ടേബിൾ ഹൈറ്റിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തു. 3 അറകളായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെ ഡോറ് തുറന്നതിന് ഉള്ളിൽ നല്ല രീതിയിൽ അരി ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അറയാണുള്ളത്. അതേപോലെ രണ്ടാമതും ഒരു അറയും കൂടെ ഉണ്ട്. ഇവിടുന്ന് പലക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, പ്ലാവിൽ തീർത്താണ്, പഴക്കം കൊണ്ടാണ് ഈട്ടിക്ക് സമാനമായ ഈ ഒരു കളർ ഉള്ളത്. ഈ 2 അറ കഴിഞ്ഞിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അറ ഇവിടെ ഉണ്ട്. അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വിത്ത് സൂക്ഷിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു അറയാണ്. ആദ്യം ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ അത് കണ്ടില്ല. ഈ ഒരു പലക ഒന്ന് തട്ടുകയും അത് പെട്ടെന്ന് ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്താണ് അതിനുള്ളിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഒരു അറ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. പഴമ എപ്പോഴും നിലനിർത്തുകയും പഴമയെ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം കലപ്പ ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നമ്മളൊരു ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പുതിയ ജനറേഷനിലെ ചില കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന മാതാപിതാക്കൾ ഇത് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ചില ആർട്ടിഫാക്ട്സ് കായൽവാരത്ത് ഹോസ്പിറ്റലിന്റെ ക്യാമ്പസിൽ ഈ ഒരു ലൈബ്രറിയിൽ നമ്മൾ വെച്ച് ആൾക്കാർക്കൊക്കെ ഒന്ന് കാണാനും പ്രത്യേകം മനസ്സിനൊരു വലിയ കുളിർമയും നോസ്റ്റാൾജിക് ഫീലിലേക്ക് പല ആൾക്കാരിലും എത്തിച്ചേരാനും അവരുടെ ചിന്തകളിലും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെയും ഇവിടെ കാണാൻ കഴിയുന്നത് അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ കണ്ടുവരുന്നു. ഈ ആയുർവേദത്തിലെ ഇന്ന് കായൽവാരത്ത് ഹോസ്പിറ്റൽ തലമുറകളായിട്ട് നിലനിർത്തിയിരിക്കുന്നത് പോലെ തന്നെ ആർട്ടിഫാക്ട്സും ഇവിടെ നിലനിർത്തുകയും പ്ലാറ്റ്ഫോമായിട്ട് ഈ സ്ഥാപനവും ഈ ലൈബ്രറിയും ഇതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്.